ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മധുരക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പം പിന്നെ നമ്മൾക്കും എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ മധുരക്കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ മധുരക്കറിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പൈനാപ്പിൾ, നല്ലപോലെ പഴുത്ത പൈനാപ്പിൾ ആട്ടോ, അത് വളരെ ചെറിയ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 നുള്ള ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം അധികം ചേർക്കരുത്, ഈ ഒരു അളവിന് മാത്രം ചേർത്ത് കൊടുക്കുക, പൈനാപ്പിൾ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് കേട്ടോ. അപ്പോൾ ഇത് ചേർത്തിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. പൈനാപ്പിളിന് അത്യാവശ്യം നല്ല വേവുണ്ട്. ഇത് വെന്ത് വരുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിനൊരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമ്മളിത് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ തേങ്ങയും ജീരകവും ഇവിടെ നല്ല ഫൈനായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മളൊരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്. നല്ല പുളിയില്ലാത്ത നല്ല കട്ടി തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു മധുരക്കറിയാണ്. അപ്പോൾ നമ്മുടെ പൈനാപ്പിളിനാണെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് തൈരും ആ ഒരു തേങ്ങ അരപ്പും എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾക്ക് നമ്മുടെ പൈനാപ്പിൾ എന്തായെന്ന് നോക്കാം. ഇവിടെ നല്ല പോലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് 2-3 വട്ടം ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം നല്ല പോലെ ഇതുപോലെ വറ്റി വരണം കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരക്കറി ആയതുകൊണ്ട് തന്നെ ഈ കറിക്ക് ഒരു അത്യാവശ്യം നല്ല മധുരം ആവശ്യമുണ്ട്. അപ്പോൾ ഓൾറെഡി പൈനാപ്പിളിന് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റും കൂടെ നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാര എല്ലാം മെൽറ്റായി പൈനാപ്പിളുമായിട്ട് ജോയിൻ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയും തൈരെല്ലാം ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ നല്ല അത്യാവശ്യം കുറച്ചൊരു ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ അരപ്പും കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 1-2 നുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ആ മധുരം ആ ഉപ്പൊക്കെ ആയിട്ട് നല്ല ബാലൻസ്ഡ് ആയിട്ടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കറി നല്ല പോലെ തിളച്ച് മറിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മളിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മളുടെ ഈ ഒരു മധുരക്കറിക്ക് വേണ്ടിയിട്ട് ഒരു വറവ് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലേക്ക് കുറച്ച് കടുകും പിന്നെ 2-3 വറ്റൽമുളക് പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വറുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ മധുരക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരക്കറിയിലേക്ക് നമ്മൾ ഈ വറവ് ഇട്ടതിന് ശേഷം നമ്മളിത് അടച്ചു വെക്കുകയാണ് കേട്ടോ. ഇതുപോലെ അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റെങ്കിലും ഇങ്ങനെ വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അതിൻ്റെ ഫ്ലേവർ നല്ലൊരു അടിപൊളി ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ പൈനാപ്പിൾ മധുരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ ഒരു മധുരക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങളും ഇലയുടെ തുമ്പത്ത് ഈ ഒരു മധുരക്കറിയും കൂടെ വിളമ്പുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്